ഹായ് ഓൾ അസ്സലാമു അലൈക്കും. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ബാജിയാണ്. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടാണ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാൻ കിട്ടുന്നുള്ളത്. അപ്പോൾ അതേ സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ സൈസിൻ്റെ ഉരുളക്കിഴങ്ങും 2 ചെറിയ സൈസും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ വലിയ ഉരുളക്കിഴങ്ങ് 4 പീസും ചെറിയ 2 ഉരുളക്കിഴങ്ങും കൂടി 4 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് നല്ലപോലെ വെന്തുടയുന്ന രീതിയിൽ വേവിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ഉരുളക്കിഴങ്ങ് മുങ്ങിക്കെടുക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാനിവിടെ ഓരോ ഉരുളക്കിഴങ്ങ് ചില വ്യത്യസ്ത രീതിയിലാണ് വെന്ത് കിട്ടുന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 6 വിസിലാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്താണ് എനിക്കിത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ വേവിച്ചെടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉരുളക്കിഴങ്ങൊക്കെ തണുത്തതിന് ശേഷം ചെയ്തെടുക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഞാനിവിടെ ഒരു ചൂടുള്ളപ്പോൾ തന്നെ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ലപോലെ ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്തത് കൊണ്ട് തന്നെ നല്ലപോലെ ഉടഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട സവാളയും തക്കാളിയൊക്കെ മുറിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ 2 മീഡിയം സൈസുള്ള സവാളയും അതേപോലെ 2 തക്കാളി, ഒരു 5 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. വലിയ സവാളയൊക്കെ ആണെങ്കിൽ ഒരു സവാള മതിയാകും. അതേപോലെ അതിനനുസരിച്ചിട്ടുള്ള തക്കാളിയും കൂടി എടുക്കുക. അപ്പം ഞാനിവിടെ അടുപ്പത്ത് പാത്രം ചൂടായി വന്നതിന് ശേഷം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ ബാജിയിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചെറിയ ജീരകം, നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയും ഉള്ളിയും അതേപോലെ പച്ചമുളകും ഞാൻ ചെറിയ രീതിയിൽ തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലാണ് അവർ ചെയ്തെടുക്കുന്നുള്ളത്. നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ചെറിയ രീതിയിൽ ഏകദേശം ആംപ്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഓൾറെഡി നമ്മുടെ ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല പോലെ വഴറ്റിയെടുക്കുക. നല്ല പോലെ എന്ന് വെച്ചാൽ അതൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഓവറായിട്ട് വഴന്ന് വരണമെന്നൊന്നുമില്ല. അത്യാവശ്യം വെന്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. വേറെ ഒരു പൊടിയും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. ഇനി മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി, നിങ്ങൾക്ക് ഗ്രേവിക്കനുസരിച്ചിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുമ്പോഴത്തേക്ക് കുറച്ച് കട്ടിയിൽ തന്നെയാണ് കിട്ടുന്നുള്ളത്. അപ്പോൾ അതേ ഒരു രീതിയിൽ തന്നെയാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നുള്ളത്. ഓവറായിട്ട് വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. വളരെ ലൂസായിട്ട് കഴിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അങ്ങനെ ഓവറായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ്. അപ്പോൾ ഞാൻ മല്ലിയിലയും കൂടി അരിഞ്ഞത് ഇതിലേക്ക് ഒരു കൈ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചൂടായി വരണമെന്നൊന്നുമില്ല. നമ്മൾ ഓൾറെഡി നമ്മുടെ പൊട്ടോട്ടയും പിന്നെ മസാലയൊക്കെ ചൂടുണ്ട്. ആ ഒരു ചൂടിൽ തന്നെ നമ്മുടെ മല്ലിയില വാടി വന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബായ്.